നമസ്കാരം സുഹൃത്തുക്കളെ, അനീഷാണ്. സ്റ്റെപ്പ് ഇൻ വെറ്റ് ഗ്രൂമിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് സാധാരണ ഒരു ഹൂഫ് ട്രിമ്മിംഗ് കേസല്ല. ഈ ആടിൻ്റെ ഹൂഫിൽ വൈറ്റ് ലൈൻ ഇൻഫെക്ഷൻ കൂടുതൽ പ്രോഗ്രസ് ചെയ്തതോടെ ഹൂഫ് വാൾ സെപ്പറേഷൻ ഉണ്ടാവുകയും ആ ഗ്യാപ്പിലേക്ക് ഇൻഫെക്ഷൻ വ്യാപിച്ച് പിന്നീട് മാഗോട്ട് ഇൻഫെസ്റ്റേഷൻ, അതായത് പുഴുബാധ ഉണ്ടാവുകയും ചെയ്തു. ആദ്യം ഹൂഫിൻ്റെ കണ്ടീഷൻ ആസസ് ചെയ്ത് ഇൻഫെക്ഷൻ ബാധിച്ചതും ഡെഡായിട്ടുള്ള ഡെവിറ്റലൈസ്ഡ് ടിഷ്യൂ കെയർഫുള്ളി റിമൂവ് ചെയ്തു. തുടർന്ന് ഹൂഫിനുള്ളിലെ മാഗോട്ട്സ് കംപ്ലീറ്റ്ലി ക്ലീൻ ഔട്ട് ചെയ്ത് ഇൻഫെക്റ്റഡ് ഏരിയ ത്രൂലി ക്ലീൻ ചെയ്ത് ഡീബ്രൈഡ്മെൻറ്റ് നടത്തി. ഇത്തരം കേസിൽ വെറുതെ ഹൂഫ് ട്രിം ചെയ്താൽ മാത്രം മതിയാകില്ല. ഇൻഫെക്റ്റഡ് ടിഷ്യൂസ് റിമൂവ് ചെയ്യുകയും ഹെൽത്തി ടിഷ്യൂ പ്രിസർവ് ചെയ്യുകയും ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ക്ലീനിങ് ആൻഡ് ഡീബ്രൈഡ്മെൻറ്റ് കഴിഞ്ഞ ശേഷം ആവശ്യമായ ട്രീറ്റ്മെൻറ്റ് നൽകി ഹൂഫ് പ്രൊട്ടക്റ്റ് ചെയ്തു. ഇതാണ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടുള്ള ഇമ്മീഡിയറ്റ് റിസൾട്ട്. ട്രീറ്റ്മെൻറ്റ് ഇവിടെ അവസാനിക്കുന്നില്ല. റെഗുലർ ഫോളോ അപ്പ്, പ്രോപ്പർ ഹൂഫ് ഹൈജീൻ, കറക്റ്റീവ് ട്രിമ്മിംഗ് ആൻഡ് ബൗണ്ട് കെയർ എന്നിവ റിക്കവറിയുടെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. ഇനി കാണുന്നത് ഏകദേശം 1 മാസം കഴിഞ്ഞിട്ടുള്ള ഫോളോ അപ്പ് റിസൾട്ടാണ്. ബിഫോർ കണ്ടീഷനുമായി കമ്പയർ ചെയ്യുമ്പോൾ മാറ്റം വ്യക്തമായി കാണാം. പ്രത്യേകിച്ച് കോർണറി ബാൻഡിൽ നിന്ന് പുതിയ ഹെൽത്തി ഹൂഫ് ക്യാപ്സ്യൂൾ വളർന്ന് താഴേക്ക് വരുന്നത് കാണാം. പഴയ ഡാമേജ്ഡ് ഹൂഫ് വാൾ താഴേക്ക് ഗ്രോ ഔട്ട് ചെയ്യുകയും അതിൻ്റെ സ്ഥാനത്ത് പുതിയ ഹെൽത്തി ഹോൺ വളർന്നു വരികയും ചെയ്യുന്നു. ഇത് ഹൂഫ് ക്യാപ്സ്യൂൾ വീണ്ടും നോർമൽ സ്ട്രക്ചറിലേക്ക് വരുന്നതിൻ്റെ നല്ല ഇൻഡിക്കേഷനാണ്. ഹൂഫ് കെയർ, ഹോൺ കെയർ, കറക്റ്റീവ് ട്രിമ്മിംഗ് ആൻഡ് ഗ്രൂമിംഗ് ഓൾ കേരള സർവീസ് അവൈലബിൾ ആണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.